നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ റിസർച്ച് ഓഫീസർ 2021 ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഇഫ് AM and GM of two positive numbers A and B are 10 and 8 respectively, then the value of A and B are. എന്താണ് ആ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഇഫ് AM and GM, എന്താണ് AM, എന്താണ് GM? നമ്മുടെ മാത്സിന്റെ പോർഷനിൽ പഠിക്കുന്നതാണ് അരിത്മെറ്റിക് മീനും ജോമെട്രിക് മീനും. അതാണ് AM-ഉം GM-ഉം എന്തുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എയും ബിയും എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ നമ്പേഴ്സിന്റെ അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. അവരുടെ ജോമെട്രിക് മീൻ 8 ആണ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും എത്ര? എയുടെയും ബിയുടെയും വാല്യൂ എത്ര? അതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. നമ്മൾ ഈ അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ പഠിക്കുന്നതാണ്. ഇപ്പോൾ എയും ബിയും രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ അവരുടെ അരിത്മെറ്റിക് മീൻ അഥവാ അവരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ A+B/2 ആണ്. എന്താണ്? ഓർക്കണേ, എയും ബിയും രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ അവരുടെ അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? A+B/2 ആവറേജ് തന്നെയാണ്. ഓക്കെ, നമുക്കറിയാം മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. അപ്പോൾ രണ്ട് നമ്പേഴ്സ് മാത്രം ആവുമ്പോൾ അവരുടെ മീൻ A+B/2 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ A+B/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ആണ്, 10 ആണ് അല്ലേ? അതും പറയുന്നുണ്ട്. പിന്നെന്താ പറഞ്ഞേക്കുന്നേ? അവരുടെ ജോമെട്രിക് മീൻ അഥവാ GM എന്ന് പറയുന്നത് എന്താണ്? 8 ആണ് കേട്ടോ. ജോമെട്രിക് മീൻ അഥവാ GM എന്ന് പറഞ്ഞാൽ 8 ആണ്. എങ്ങനെയാണ് നമ്മൾ ജോമെട്രിക് മീൻ അഥവാ GM കണ്ടുപിടിക്കുന്നത്? എയും ബിയും രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ അവരുടെ ജോമെട്രിക് മീൻ √AB ആണ് കേട്ടോ. √AB ആണ്. അപ്പോൾ അത് എത്രയെന്നാ പറഞ്ഞേ? 8 ആണ് അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ എയും ബിയും രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ അവരുടെ അരിത്മെറ്റിക് മീൻ എന്താണ്? A+B/2 10 ആണ്. അവരുടെ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ √AB 8 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് എത്ര, അല്ലെങ്കിൽ നമ്പേഴ്സ് എയും ബിയും ഏതൊക്കെയാണ്? എങ്ങനെ ചെയ്യാടാ? നോക്കിയേ, ഞാൻ പറയുകയാണ് ഫസ്റ്റത്തെ ഇക്വേഷൻ. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു, ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. സോ ഫസ്റ്റത്തെ ഇക്വേഷൻ A+B/2 10 ആണ്. അതിൽ നിന്ന് A+B = എന്തെഴുതാം? 10 × 2 20. എഴുതിക്കൂടെ? എഴുതാമല്ലോ. ഓക്കെ, നോക്കിക്കേ രണ്ടാമത്തെ ഇക്വേഷൻ √AB. √AB എന്ന് പറഞ്ഞാൽ 8 ആണ്. നോക്കിയേടാ, നമുക്കിതുപോലെ ഒരു സൈഡിൽ റൂട്ടും ഒരു സൈഡിൽ റൂട്ട് ഇല്ലാതെയും വന്നു കഴിഞ്ഞാൽ, ഒരു ഇക്വേഷനിലെ ഒരു സൈഡിൽ റൂട്ടും ഒരു സൈഡിൽ റൂട്ട് ഇല്ലാതെയും വന്നാൽ നമുക്ക് എന്ത് ചെയ്യാന്നറിയാമോ? ആ റൂട്ട് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ നമ്പറിന്റെ ഒന്ന് സ്ക്വയർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ √AB = 8 ആണെങ്കിൽ അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? √AB 8 ആണെങ്കിൽ √AB² = 8² എന്ന് വരും. കണ്ടോ? √AB² = 8² എന്ന് വന്നു. √ABയുടെ സ്ക്വയർ എന്താ? ശ്രദ്ധിക്കണം, റൂട്ടും സ്ക്വയറും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് രണ്ടും കൂടി അങ്ങ് കട്ട് ചെയ്യും കേട്ടോ. റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നാൽ അതങ്ങ് കട്ട് ചെയ്യും. പിന്നെ ആരാ ഉള്ളേ? AB. AB = 8ന്റെ സ്ക്വയർ. 8ന്റെ സ്ക്വയർ എത്ര? 64. കണ്ടോ? അപ്പോൾ AB എന്താ കിട്ടിയത്? 64. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ നോക്കണം, നമുക്കിനി ഈ ക്വസ്റ്റ്യൻ തന്നെ രണ്ട് രീതിക്ക് ചെയ്യാം. അതായത് രണ്ട് നമ്പേഴ്സ് കൂട്ടി A+B 20യും കിട്ടി, AB എന്നുള്ളത് 64, അഥവാ ആ രണ്ട് നമ്പേഴ്സ് കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 64 കിട്ടും. ഇതിനെ നമുക്ക് ഒന്നുകിൽ ഇതിൽ നിന്ന് എന്താണ് A = 64/B എന്ന് പറഞ്ഞിട്ട് നമ്മൾ എയുടെ ഫോർമുല കണ്ടുപിടിച്ചില്ലെങ്കിൽ എയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ എടുത്ത് ഫസ്റ്റത്തെ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. പക്ഷെ അതൊക്കെ ഒരുപാട് ടൈം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അതിനേക്കാളൊക്കെ എളുപ്പം വേറെ രീതിയാണ്. നോക്കിക്കേ, ഇവിടെ നമുക്ക് ചെയ്തു വന്നപ്പോൾ രണ്ട് നമ്പേഴ്സ് കൂട്ടുമ്പോൾ അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സിന്റെ തുക എന്ന് പറയുന്നത് എന്താണ്? 20 ആണ്. ആ രണ്ട് നമ്പേഴ്സ് ഗുണിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 64 ആണെങ്കിൽ നമ്പേഴ്സ് ഏത്? നമുക്ക് ഓപ്ഷനിൽ നിന്ന് പോകാൻ പറ്റും. കണ്ടോ? അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് രണ്ടും കൂടി കൂട്ടുമ്പം 20 വരണം. നോക്കിയടാ, ഓപ്ഷനിലേക്ക് വന്നേ. ഇപ്പോൾ എയും ബിയും എന്തെന്നാ ക്വസ്റ്റ്യൻ?
അപ്പൊ എയും ബിയും 4ഉം 4ഉം വീതമാണെങ്കിൽ രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 20 വരുമോ? നോക്കിക്കേ, 4ഉം 4ഉം കൂടി കൂട്ടുമ്പോൾ എത്ര? 4ഉം 4ഉം 8 ആണ്, 20 അല്ല. അപ്പൊ ഈ ഓപ്ഷൻ അല്ല. മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുവേ. അടുത്തത് നോക്കിക്കേ, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബിയിൽ 16ഉം 4ഉം 16ഉം 4ഉം കൂടി കൂട്ടുമ്പോൾ 20 വരുന്നുണ്ട്. സോ ഇവിടെ ഒരു ചാൻസ് ഉണ്ട്. അവിടെ നിൽക്കട്ടെ. വേറെ ആരെങ്കിലും ഉണ്ടോ? ഓപ്ഷൻ സിയിലേക്ക് വന്നേ. സിയിൽ വന്നപ്പോൾ 4ഉം -4ഉം 4ഉം -4 കൂടി കൂട്ടുമ്പോൾ എന്താ? 0 ആണ്. അപ്പോൾ അതും അല്ല. അടുത്ത ഓപ്ഷൻ ഡി നോക്കിക്കേ, 5ഉം 15ഉം 5ഉം 15 കൂടി കൂട്ടുമ്പോൾ എന്താ വരുന്നേ? 5ഉം 15ഉം കൂട്ടുമ്പോൾ 20 വരും. സോ അവിടെയും നമുക്കൊരു പോസിബിലിറ്റി ഉണ്ട്. ഇനി എന്ത് വേണം? കഴിഞ്ഞോ? ഇല്ല. കാരണം എന്താ? നമുക്ക് കറക്റ്റ് ഒരു ഉത്തരത്തിനെ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ രണ്ട് നമ്പേഴ്സ് കൂട്ടുമ്പോൾ 20ഉം വരണം. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താ? അവ രണ്ടും കൂടി ഗുണിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 64ഉം കിട്ടണം. നോക്കാം, ഈ രണ്ട് പെയേഴ്സിൽ ഏതിലാണ് രണ്ട് നമ്പേഴ്സ് ഗുണിക്കുമ്പോൾ 64 കിട്ടുന്നത്? 15 × 5 15 × 5 75 ആണ്. 64 ആണോ? അല്ല. അപ്പൊ അതല്ല. ഓപ്ഷൻ ബിയിലേക്ക് വന്നേ. 16 × 4 16 × 4 64 ആണ്. സോ നമുക്ക് മനസ്സിലായി എന്താണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. കണ്ടോ? ഇങ്ങനെയാണ് അരിത്മെറ്റിക് മീനും ജിയോമെട്രിക് മീനും തന്നിട്ട് നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനും വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ LCM HCF ആ ഒരു പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. നോക്കാം. HCF and LCM of two numbers are 21 and 84 respectively. If the ratio of the two numbers are 1:4, then larger of the two number is. കണ്ടോ? എന്താണ്? രണ്ട് നമ്പേഴ്സിന്റെ HCFഉം LCMഉം എത്രയൊക്കെയാണ്? 21ഉം 84ഉം ആണ്. ഓർഡർ നോക്കിക്കോണേ. ഫസ്റ്റ് HCF ആണ് പറഞ്ഞേക്കുന്നത്, പിന്നീട് LCM. അപ്പൊ HCF എത്രടാ? 21 ആണ്. LCM എത്രയാണ്? 84 ആണ്. ഓക്കെ, HCFുമായി LCMുമായി എന്താ പറഞ്ഞേക്കുന്നത് ഇനി? ഇഫ് ദ റേഷ്യോ ഓഫ് ദ ടു നമ്പേഴ്സ് ആർ 1:4. ഇനി ഈ രണ്ട് നമ്പേഴ്സിന്റെയും തമ്മിലുള്ള റേഷ്യോ 1:4 ആണ് അല്ലെ? നമ്പേഴ്സിന്റെ റേഷ്യോ എന്താണ്? 1:4 ആണ്. അങ്ങനെയാണെങ്കിൽ ലാർജർ നമ്പർ ഏതാണ്? ഈ കൂട്ടത്തില് ലാർജർ നമ്പർ ഏതാണ്? അപ്പോൾ നിങ്ങൾ ഈ HCF അഥവാ LCM എന്നൊക്കെ കേട്ടാൽ തന്നെ കേൾക്കുന്ന ഒരു സെക്കൻഡിൽ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒറ്റ കാര്യമുണ്ട്. എന്താണ്? ഒരു ക്വസ്റ്റ്യനില് രണ്ട് നമ്പേഴ്സിന്റെ HCFഉം LCMഉം തന്നിരുന്നാൽ HCF × LCM എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ് ആണ്. എന്താണെടാ? രണ്ട് നമ്പേഴ്സിന്റെ HCFഉം LCMഉം തന്നാൽ എന്താണ്? LCM × HCF എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ആണ്. കണ്ടോ? അപ്പൊ നമുക്കിവിടെ എന്തെഴുതാം? LCM × HCF. LCM എത്ര ആയിരുന്നു? 84 × HCF 21 എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ്. ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വേണം. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇനി നമ്മുടെ നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ എന്താടാ? 1:4 എന്നല്ലേ പറഞ്ഞേക്കുന്നേ? അല്ലേ? 1:4 റേഷ്യോയിലാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയുകയാണ്, ഫസ്റ്റത്തെ നമ്പർ ഞാൻ 1x ആക്കി എടുത്താൽ അടുത്ത നമ്പർ 4x ആണ്. കണ്ടോ? അതാണ് റേഷ്യോ എന്ന് പറയുന്നത്. 1x ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ 4x-ലായിരിക്കും. അങ്ങനെ ആണെങ്കിൽ എന്താ നമ്മുടെ ഇക്വേഷൻ? HCF × LCM അതായത് 84 × 21 എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ആണ്. അപ്പൊ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റത്തെ നമ്പർ 1x-ഉം രണ്ടാമത്തെ നമ്പർ 4x-ഉം അല്ലേ? അപ്പോ 1x × 4x. അപ്പോൾ 84 × 21 is equal to 1x × 4x എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ. 84 ഞാനൊന്ന് തിരിച്ചിട്ടു കേട്ടോ. അതായത് 1x × 4x ഫസ്റ്റ് എഴുതി, 84 × 21 ഞാൻ അങ്ങ് അപ്പുറത്ത് എഴുതി. അപ്പൊ എന്ത് വരും? 1x × 4x 1 × 4 4 x × x x² അല്ലേ? അപ്പോ 4x² is equal to 84 × 21 എന്ന് കിട്ടി. കണ്ടോ? എന്താണ്? 4x² is equal to 84 × 21. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? x കണ്ടുപിടിക്കാൻ പറ്റും. സോ x² is equal to എന്താവും? 84 × 21 ഡിവൈഡഡ് ബൈ 4 വന്നു. കണ്ടോ? ഓക്കെ അല്ലേ? ഇനി എന്താ? 84ഉം 4ഉം തമ്മിൽ കട്ട് ചെയ്തൂടെടാ? 84ഉം 4ഉം തമ്മിൽ വെട്ടുമ്പോൾ
21 എന്ന് വരും അല്ലേ, 21. അതായത് നമുക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 21 ഇൻറ്റു 21 അഥവാ 21 സ്ക്വയർ. കണ്ടാ, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 21 സ്ക്വയർ. നോക്കിയടാ, എക്സ് സ്ക്വയർ 21 സ്ക്വയർ ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? എക്സ് 21 ആയിരിക്കും അല്ലേ. സോ എക്സ് സ്ക്വയർ 21 സ്ക്വയർ ആയതുകൊണ്ട് എക്സ് 21 എന്ന് കിട്ടി അല്ലേ. ഓക്കെ, ഇതുവരെയും നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിയോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് കിട്ടിയത്. നമ്മളത് ചോദിച്ചത് എന്താ? ഈ കൂട്ടത്തിൽ വലിയ നമ്പർ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. സോ നമ്മുടെ നമ്പേഴ്സിന്റെ റേഷ്യോ ഏതായിരുന്നടാ? നമ്പേഴ്സിന്റെ റേഷ്യോ 1:4 അഥവാ 1x:4x അല്ലേ നമ്പേഴ്സിന്റെ റേഷ്യോ അല്ലേ. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് അതായത് 1x:4x ആണ്. അപ്പോൾ 1 ഇൻറ്റു എക്സിന് പകരം 21. സോ 1 ഇൻറ്റു എക്സ് 1 ഇൻറ്റു 21. സോ നമുക്ക് ഫസ്റ്റത്തെ നമ്പർ 21 എന്ന് കിട്ടി അല്ലേ. ഓക്കെ, അടുത്ത നമ്പർ ഏതാ? 4x ആണ്. അപ്പോൾ 4 ഇൻറ്റു 21. 4 ഇൻറ്റു 21 എത്ര വരും? 84 വരും അല്ലേ, 84. സോ നമ്മുടെ ഫസ്റ്റത്തെ നമ്പർ 21ഉം രണ്ടാമത്തെ നമ്പർ നമുക്ക് 84ഉം കിട്ടി അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ വരുന്നേ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ കൂട്ടത്തിൽ വലിയ നമ്പർ ആരാണ്, ലാർജർ നമ്പർ ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആരാണ് ലാർജർ നമ്പർ? 84 ആണ്. മനസ്സിലായോ? ക്ലിയർ ആയോ അത്? ഓക്കെ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേടാ. ദ ഇൻകം ഓഫ് എ പേഴ്സൺ ഈസ് 3 lakh in first year and he receives an increase of rupees 10,000 to his income per year for next 19 years. Find the total amount he received in 20 years. കണ്ടോ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറഞ്ഞേക്കുന്നത്? ഒരാളുടെ ഇൻകം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ ആദ്യത്തെ വർഷം 3 ലക്ഷം രൂപയായിരുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വർഷം ഒരു 10,000 രൂപയുടെ ഇൻക്രിമെന്റ് അയാൾക്കുണ്ടായി. പിന്നെന്താ പറഞ്ഞേ? പിന്നീട് വന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള 19 വർഷവും അയാൾക്ക് 10,000 രൂപ വീതം ഇൻക്രിമെന്റ് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണെങ്കിൽ 20 വർഷത്തിന് ശേഷം അയാൾക്ക് ലഭിക്കുന്ന ടോട്ടൽ എമൗണ്ട് എത്രയാണ്? ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? അതായത് എന്ത് തോന്നിയെന്ന് വെച്ചാൽ ഏത് പോർഷനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഫസ്റ്റത്തെ ഇയറിൽ ഒരു വാല്യൂ ഉണ്ടായിരുന്നു, തൊട്ടടുത്ത വർഷം ഒരു ഇൻക്രിമെന്റ് ഉണ്ടായി, പിന്നെ വന്ന ഇയേഴ്സിലെല്ലാം ഈ ഒരു ഇൻക്രിമെന്റ് വെച്ച് തന്നെയാണ് പോയത്. അങ്ങനെയാണെങ്കിൽ ഫൈനലിൽ എത്ര? ഓർമ്മയുണ്ടല്ലോ, അരിത്മെറ്റിക് പ്രോഗ്രഷൻ. അതെ, ഇത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ എന്ത് ടേം? നമ്മൾക്കത് കേൾക്കുമ്പോഴേ അരിത്മെറ്റിക് പ്രോഗ്രഷൻ അഥവാ AP എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ട 2 ഇക്വേഷൻസ് ഉണ്ട്. എന്താണ്? എന്ത് ടേം ഓഫ് ആൻ AP? എന്താണ് എന്ത് ടേം ഓഫ് ആൻ AP? A പ്ലസ് n-1 ഇൻറ്റു ഡി. കണ്ടോ, A പ്ലസ് n-1 ഇൻറ്റു ഡി. ഇതാണ് ഒരു APയുടെ n-ആം പദം അഥവാ എന്ത് ടേം കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു ഇക്വേഷൻ ആണ് സം ഓഫ് n ടേംസ് ഓഫ് ആൻ AP. ഒരു APയിലെ n ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഫോർമുല. എന്താണത്? Sn is equal to, ഓർക്കുന്നുണ്ടോ ഇത്? Sn is equal to n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി. കണ്ടോ, ഈ ഫോർമുല തന്നെ നോക്കിക്കേ. ഇപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ടേമും ലാസ്റ്റത്തെ ടേമും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഫോർമുല നമുക്ക് ഇത്രയും എഴുതേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉണ്ടെങ്കിൽ നമുക്ക് സം ഓഫ് n ടേംസ് എന്ന് പറഞ്ഞാൽ n/2 ഇൻറ്റു t1 പ്ലസ് tn, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് എഴുതാം. ഇനി ലാസ്റ്റ് ടേം തന്നിട്ടില്ല എങ്കിൽ നമുക്ക് n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഈ ഒരു കാര്യം ഇത്തരം ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടായിരിക്കണം. ഓക്കെ അല്ലേടാ? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ എന്താ പറഞ്ഞ? ഫസ്റ്റത്തെ വർഷം അയാളുടെ സാലറി 3 ലക്ഷം രൂപയായിരുന്നു. ഫസ്റ്റത്തെ വർഷം 1-ാം പദം ഫസ്റ്റ് ടേം A. കണ്ടോ, A is equal to 3 lakh. 1 2 3 4 5. കണ്ടോ, 3 lakh rupees. ഇനി തൊട്ടടുത്ത വർഷം എത്ര ആയിടാ? രണ്ടാമത് A2ൽ എത്ര ആയി? തൊട്ടടുത്ത വർഷം 3,10,000 രൂപയായി അല്ലേ. 3,10,000 രൂപയായി അല്ലേ. ഇനി അതിന്റെ അടുത്ത വർഷമോ വീണ്ടും ഈ 3,10,000-നോടൊപ്പം വീണ്ടും ഒരു 10,000 കൂടി കൂടും. അതായത് 3,20,000
20,000 രൂപയാകും. അങ്ങനെ പോയി 19 വർഷം പിന്നിട്ടു. 20ാമത്തെ വർഷം അയാൾക്ക് എത്ര രൂപ കിട്ടുമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നോക്കിയടാ, നമ്മൾ എന്ത് ടേം ഓഫ് ആൻ എ പി എന്ന് ഞാൻ പറഞ്ഞില്ലേടാ. ഈ എന്ത് ടേം ഓഫ് ആൻ എ പി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം 20ാമത്തെ പദം കണ്ടോ, ഒരു എ പിയുടെ 20th ടേം അഥവാ 20ാമത്തെ പദം. ഇവിടെ 1ാം പദം കിട്ടി, 2ാം പദം കിട്ടി, 3ാം പദം കിട്ടി, അങ്ങനെ പോയി 20ാമത്തെ പദം നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ എന്ത് ടേം? a + n-1 d അല്ലേടാ. അങ്ങനാണെങ്കിൽ ഇവിടെ 20th ടേം എന്തായിരിക്കും? a20 എന്ന് പറഞ്ഞാൽ a + 20 - 1 d അല്ലേ? a + n-1 d. d എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. d എന്താണ്? d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ഓഫ് ആൻ എ പി. കോമൺ ഡിഫറൻസ് മീൻസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. കോമൺ ഡിഫറൻസ് കിട്ടാനായിട്ട് ഒന്നുകിൽ 2ാം പദത്തിൽ നിന്ന് 1ാം പദം കുറയ്ക്കാം, അല്ലെങ്കിൽ 3ാം പദത്തിൽ നിന്ന് 2ാം പദവും കുറയ്ക്കാം. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം? d = a2 - a1. എന്ത് വരും? 3,10,000 - 3,00,000 രൂപ. അതായത് നമുക്ക് 10,000 രൂപ എന്ന് വരും. എന്ത്? കോമൺ ഡിഫറൻസിന്റെ വാല്യൂ. കണ്ടോ? അപ്പൊ കോമൺ ഡിഫറൻസ് എന്താ വന്നേ? 10,000 എന്ന് വന്നു. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം, നോക്കാം. അപ്പോ a20 = a + എക്ക് പകരം എന്ത് കൊടുക്കാം? എക്ക് പകരം 3 lakhs പ്ലസ് 20 - 1. 20 - 1 എന്തുവാടാ? 20 നിന്ന് കുറയ്ക്കുമ്പോൾ 19. 19 ഇൻറ്റു ഡിക്ക് പകരം 10,000. കണ്ടോ? അപ്പോ 3,00,000 + 19 × 10,000 അതായിരിക്കും എന്ത്? 20th ടേം അഥവാ 20ാമത്തെ വർഷം അയാൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താ? 3,00,000 19 × 10,000 എത്രയാണ്? 19 × 10,000. അപ്പൊ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരുടാ? 3 1 4 4,90,000 രൂപ വരും അല്ലേ? 4,90,000 രൂപയായിരിക്കും അയാൾക്ക് 20ാമത്തെ വർഷം കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? 20ാമത്തെ ടേം ആണോ നമ്മുടെ ക്വസ്റ്റ്യൻ? അല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടോട്ടൽ എമൗണ്ട് ഹി റിസീവ്ഡ് ഇൻ 20 years. ഈ 20 വർഷവും കൂടി അയാൾക്ക് കിട്ടുന്ന ആകെ തുക. അതായത് ഫസ്റ്റ് മുതലേ തുടങ്ങി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒക്കെ കഴിഞ്ഞ് അവസാനം 19 വർഷവും കൂടി കഴിയുമ്പോൾ ടോട്ടൽ അയാൾക്ക് കിട്ടുന്ന എന്താണ്, എത്ര രൂപയാണെന്നുള്ളതാണ് 20 വർഷം കൂടി കഴിയുമ്പോൾ ഉള്ള എമൗണ്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് വേണം? സം കണ്ടുപിടിക്കണം അല്ലേ? സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കണം. അപ്പൊ എന്താ നമ്മുടെ ഫോർമുല? സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാൻ n/2 × 2a + n-1 d ആണ് നമ്മുടെ ഫോർമുല. പക്ഷേ എന്താണ്, ഇവിടെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമ്മുടെ ഒപ്പം ഉണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം n/2 × t1 + tn. കണ്ടോ? n/2 × t1 + tn. അപ്പൊ n എത്ര ആയിരുന്നു? 20 ആയിരുന്നു. /2 × t1 എത്രയാണ്? ഫസ്റ്റ് ടേം. t1 എന്ന് പറഞ്ഞാൽ a ആണ് കേട്ടോ. ഫസ്റ്റ് ടേം 3,00,000 രൂപ പ്ലസ് ലാസ്റ്റ് ടേം tn എത്ര? ലാസ്റ്റ് ടേം ആണ്, അവസാനം 20ാമത്തെ വർഷത്തെ എമൗണ്ട് 4,90,000 രൂപ. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരുടാ? 20/2 മീൻസ് 10 ആണ്. 20/2 10. 10 ഇൻറ്റു 3,00,000ഉം 4,90,000 രൂപയും കൂടി കൂട്ടിക്കേ. എത്ര? 4 3 7. 7,90,000 രൂപ എന്ന് വരും അല്ലേ? അപ്പോൾ 10 ഇൻറ്റു എന്താണ്? 7,90,000 കിട്ടും. അപ്പൊ എത്ര? 10 കൊണ്ട് ഗുണിക്കണ്ടേ? 10 കൂടി കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് വരും ഉത്തരം? 79,000,000 എന്ന് വരും. കണ്ടോ? സോ നമ്മുടെ ആൻസർ എന്താ? 79 കഴിഞ്ഞിട്ട് ഒരു 5 പൂജ്യവും കൂടി വേണം അല്ലേ? അതാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ എ. കണ്ടോ? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ ഇത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The degree of a differential equation d²y/dx² the whole square plus x into dy/dx the whole raised to 5 plus x²y is equal to 0 is. ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്താണ്? നമ്മൾ പഠിക്കുന്നതാണ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ ആണ്. എന്താണ്? ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നേ. ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാ? നോക്കിയടാ, ഇപ്പൊ നമുക്ക് y എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്നിരിക്കട്ടെ അല്ലെ? അപ്പൊ yയുടെ ഡെറിവേറ്റീവ്സ് ഏതൊക്കെയായിരിക്കും? dy/dx വരാം അല്ലെ? അല്ലെങ്കിൽ d²y/dx² വരാം, d³ y എന്താണ് dy³ അങ്ങനെ പോവും
അല്ലേ? അപ്പോൾ ഇതിൽ നമ്മുടെ വൈയുടെ ഡെറിവേറ്റീവ്സ് ഏതൊക്കെ വരാം? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണെങ്കിൽ dy ബൈ ഡി എക്സ്, സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, തേർഡ് ഓർഡർ ആണെങ്കിൽ ഡി ക്യൂബ് വൈ ബൈ ഡി വൈ ക്യൂബ്, അങ്ങനെയൊക്കെ പോകും. അപ്പോൾ ഇതിൽ നമ്മൾ ഏതായിരിക്കും ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്? ഈ കൂട്ടത്തിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഡി ക്യൂബ് വൈ ബൈ ഡി വൈ ക്യൂബ് ആണ്, അല്ലേ? അപ്പോൾ നമ്മൾ അതിനെയാണ് നമ്മൾ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വാ. ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ റേസ് ടു 5 പ്ലസ് എക്സ് സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു 0. അതിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണ് വൈയുടെ? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണോ ഡി വൈ ബൈ ഡി എക്സ് ആണോ? യെസ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ കണ്ടോ, ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. അതിന്റെ പവർ എത്രടാ? 2 ആണ്. കണ്ടോ? അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ വരുന്നേ? ഓപ്ഷൻ എ തന്നെയാണ്, 2 അല്ലേ? അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എത്രടാ വരുന്നേ? 2 ആണ് കേട്ടോ, തെറ്റിക്കരുതേ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചെറിയൊരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് 1 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, 1 മൈനസ് 1/2 പ്ലസ് 1/3 മൈനസ് 1/4 പ്ലസ് എക്സെട്ര, അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിക്കേടാ, ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എന്തെങ്കിലും ഫോമുല എവിടെയെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോടാ ലോഗ് 1 പ്ലസ് എക്സ്? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ലോഗ് 1 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ലോഗ് 1 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് റേസ് ടു 4/4 പ്ലസ് എക്സെട്ര. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ ഇങ്ങനെ ഒരു ഫോമുല പഠിക്കുന്നതാണ് കേട്ടോ. നോക്കിയേ, എന്താണ്? ലോഗ് 1 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് റേസ് ടു 4/4 ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഇനി നോക്കിയടാ, ഈ സെയിം ഇക്വേഷനിൽ ഞാൻ എക്സിന് പകരം 1 എന്നൊരു വാല്യൂ കൊടുത്തിരിക്കട്ടെ. എക്സിന് പകരം 1 കൊടുത്തു. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 1 കൊടുത്താൽ എന്ത് വരും? ലോഗ് 1 പ്ലസ് 1 ഈക്വൽ ടു എന്താ? എക്സ് കാണുന്നിടത്തൊക്കെ അങ്ങ് 1 കൊടുത്തോ. 1 മൈനസ് 1 സ്ക്വയർ ബൈ 2 പ്ലസ് 1 ക്യൂബ് ബൈ 3 മൈനസ് 1 റേസ് ടു 4/4. ഇതിൽ 1 സ്ക്വയർ 1 തന്നെയാണ്, 1 ക്യൂബും 1 തന്നെയാണ്, 1 റേസ് ടു 4ഉം 1 തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ 1 തന്നെ എഴുതിയത് കേട്ടോ. അപ്പോൾ എന്താ വരുന്നേ? 1 മൈനസ് 1/2 പ്ലസ് 1/3 മൈനസ് 1/4 അല്ലേ? നോക്കിയടാ, നിങ്ങൾ RHSലേക്ക് നോക്കിക്കേ. 1 മൈനസ് 1/2 പ്ലസ് 1/3 മൈനസ് 1/4. ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ, അത് തന്നെയല്ലേടാ നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ എന്ത് മനസ്സിലായി? ഈ തന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് 1 പ്ലസ് 1 ലോഗ് 2 അല്ലേ? ലോഗ് 2 ആണ്. ലോഗ് 2 മീൻസ് എന്താണ്? ലോഗ് 2 ടു ദ ബേസ് e. കണ്ടോ? മനസ്സിലായോ? അതല്ലേ, എളുപ്പമല്ലേടാ? സോ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം 2021 എക്സാമിന്റെ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിരുന്നു. നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് സോൾവ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കണ്ടോ? സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ക്ലിയർ? അടുത്തത് ദ എക്സെൻട്രിസിറ്റി ഓഫ് ആൻ എലിപ്സ് ഈസ്. കണ്ടോ? ഇതൊരു തിയറി പാർട്ടിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എക്സെൻട്രിസിറ്റി ഓഫ് ആൻ എലിപ്സ് എന്താണ്? നമ്മളത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒരു എലിപ്സിന്റെ എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0ക്കും 1നും ഇടയിലാണ്. അതായത് എക്സെൻട്രിസിറ്റി ഓഫ് ആൻ എലിപ്സ് ഇസ് ഈക്വൽ ടു 0 ലെസ് ദാൻ ഇ ലെസ് ദാൻ 1 ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. തിയറി പോർഷൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു പരബോളയാണെങ്കിൽ പരബോളയുടെ എക്സെൻട്രിസിറ്റിയുടെ ഫോർമുല ഇ ഈസ് ഈക്വൽ ടു 1 ആണ്. എന്താണ്? ഇ ഈസ് ഈക്വൽ ടു 1 പരബോള. ഇനി ഇയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. എക്സെൻട്രിസിറ്റി കൂടുതൽ ഗ്രേറ്റർ ദാൻ 1 വരുന്നത് ആർക്കാണ്? ഹൈപ്പർബോളയ്ക്കാണ് കേട്ടോ. ഹൈപ്പർബോള ശ്രദ്ധിക്കണേ ഇത്. ഇനി എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ 0 വരുന്ന ആർക്കാന്ന് അറിയാവോടാ? സർക്കിളിനാണ് കേട്ടോ. സോ എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ 0 വരുന്നത് സർക്കിളിനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും അറിയാമെങ്കിൽ ചിലപ്പോൾ അടുത്ത എക്സാമിന് ചിലപ്പോൾ ഹൈപ്പർബോളയുടെയോ പരബോളയുടെയോ കാര്യം ചോദിച്ചാലോ? അത് കിട്ടത്തില്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ചിരിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് root of 1.01 minus root of 0.99 correct to 6 decimal place. നോക്കിയടാ, എന്താ? റൂട്ട് ഓഫ് 1.01 മൈനസ് റൂട്ട് ഓഫ് 0.99 എന്ന് പറയുന്ന ഇത് നമ്മൾ സോൾവ് ചെയ്യണം. എന്താണ്? കറക്റ്റ് 6 ഡെസിമൽ പ്ലേസിൽ നമ്മൾ അതിനെ
സോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യും? എന്ത് വരും ആൻസർ? എങ്ങനെ ചെയ്യാം നോക്കിയടാ. റൂട്ട് ഓഫ് 1.01, റൂട്ടൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ, ഞാൻ നമ്പറിനെ മാത്രം അങ്ങ് പിക്ക് ചെയ്യുവാണേ. 1.01, ഈ 1.01നെ എനിക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും നോക്കിയടാ. 1 + 0.01 എന്ന് എഴുതിക്കൂടെ? 1 + 0.01 തന്നെയല്ലേ 1.01 അല്ലേ? ആണല്ലോ. ഓക്കെ, അപ്പം ഞാൻ അതിന് പകരം ഇങ്ങനെ കൊടുത്തു. ഇനി റൂട്ട് ഓഫ് 1.01, അപ്പം എന്താ? റൂട്ട് ഓഫ് 1.01 എന്നാണ് അല്ലേ? അപ്പോൾ റൂട്ട് ഓഫ് 1 + 0.01 എന്ന് ഞാൻ എഴുതി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റൂട്ട് ഓഫ് 1 + 0.01 എന്ന് എഴുതി, പ്രശ്നമൊന്നുമില്ല. ഇത് നോക്കിക്കേടാ, റൂട്ട് ഓഫ് എക്സ്, ശ്രദ്ധിക്കണേ, റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ x⁻² ആണ്. കേട്ടിട്ടുണ്ടോ ഇത്? റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ x⁻². അപ്പോൾ റൂട്ട് 15 എന്തായിരിക്കും ഇടാ? 15⁻² ആണ്. റൂട്ട് 99 എന്ന് പറഞ്ഞാൽ 99⁻² ആണ് കേട്ടോ. ഇതൊരു കാര്യം ആലോചിച്ച് വെച്ചിരിക്കുക. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വാ. റൂട്ട് ഓഫ് 1 + 0.01 എന്ന് പറഞ്ഞാൽ എന്തെഴുതാം എനിക്ക്? 1 + 0.01⁻² എന്ന് എഴുതാം. കണ്ടോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിവിടെ ഇരിക്കട്ടെ, തൽക്കാലം ഇതിവിടെ ഇരിക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്ത ആളിനെ നോക്കടാ. എന്താ? റൂട്ട് ഓഫ് 0.99 അല്ലേ? റൂട്ട് ഓഫ് 0.99 എങ്ങനെ എഴുതാം? 0.99 എങ്ങനെ എഴുതാം നോക്കിക്കോ. ഞാൻ 1.01നെ 1 + 0.01 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ഇവിടെയും 1 വെച്ച് തന്നെ കമ്പയർ ചെയ്ത് എഴുതാം. അപ്പോൾ എന്ത് വരും ഇടാ? 1 - 0.01 അല്ലേ? 1 - 0.01 അല്ലേടാ 0.99 വരുന്നത്? ആണല്ലോ. ഓക്കെ, അപ്പം ഞാൻ എന്തെഴുതി? റൂട്ട് 0.99 എനിക്ക് എന്തെഴുതാം? റൂട്ടിൽ വരുമ്പോൾ raised to 1/2 കൊടുക്കണം. ദേ ഇവിടെ ചെയ്ത പോലെ തന്നെ റൂട്ടിൽ വരുമ്പോൾ raised to 1/2 കൊടുക്കണം. അപ്പോൾ 1 - 0.01 എന്ന് വരും. ഓക്കെ അല്ലേടാ? ഇത് രണ്ടും മനസ്സിലായോ എങ്ങനെയാ വന്നതെന്ന്? മനസ്സിലായോ? ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയടാ, 1 + x⁻n എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു എക്സ്പ്രഷൻ? 1 + x⁻n നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷനിൽ പഠിക്കുന്നതാണ്. 1 + x⁻n എന്ന് പറഞ്ഞാൽ 1 + nx ആണ്. 1 + nx ആണ്. ഓർ എന്താ, എപ്പോഴാണ് കണ്ടീഷൻ? ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. ഫോർ എ വെരി സ്മോൾ വാല്യൂസ് ഓഫ് എക്സ്, എക്സിന് വളരെ ചെറിയൊരു വാല്യൂ ആണെങ്കിൽ 1 + x⁻n എന്ന് പറഞ്ഞാൽ 1 + nx ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 1 + 0.01⁻². 1 + 0.01⁻² നമുക്ക് എന്തെഴുതാം? 1 + n ഇൻറ്റു n എത്രടാ ഇവിടെ? 1/2 അല്ലേ? 1/2 ഇൻറ്റു എക്സിന് പകരം 0.01 കണ്ടോ? ഓക്കെ അല്ലേടാ? 1 + ½ ഇൻറ്റു 0.01. അപ്പോൾ എന്താ? 0.01ഉം 2ഉം തമ്മിൽ കട്ട് ചെയ്യാം. അപ്പോഴോ 1 ഇവിടെ ഉണ്ടേ. 1 + 0.01/2 0.005 കണ്ടോ? എന്താണ്? 0.005 അല്ലേ? 0.01/2 0.005 ആണ്. അപ്പം എന്താ? 1 + 0.005നെ നമുക്ക് എന്തെഴുതാം? 1.005 എന്ന് എഴുതാം അല്ലേ? 1.005 എന്ന് കിട്ടും. ഓക്കെ അല്ലേടാ? അതുപോലെ അടുത്ത് നോക്കിക്കേടാ, 1 - 0.005⁻². ഇവിടെ 1 + x⁻n എന്ന് എഴുതിയതുപോലെ തന്നെ 1 - x⁻n എന്ന് പറഞ്ഞാലും 1 - nx ആണ്. ഫോർ എ വെരി സ്മോൾ വാല്യൂസ് ഓഫ് എക്സ് കേട്ടോ. എക്സിന് വളരെ ചെറിയൊരു വാല്യൂ ആണെങ്കിൽ 1 - x⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? 1 - nx തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? 1 - 0.01⁻²ല് എന്തെഴുതാം നമുക്ക്? 1 - 1/2 ഇൻറ്റു 0.01 അല്ലേ? അപ്പം എന്ത് വരും? 2ഉം 0.01 കൂടി കട്ട് ചെയ്തു, 0.005 എന്ന് വന്നു അല്ലേ? സോ 1 - 0.005. 1 - 0.005 എത്രയാണ്? 0.995 എന്ന് വരും കേട്ടോ. 0.995.
അപ്പോൾ 1 മൈനസ് 0.01 ദ ഹോൾ റേസ് ടു 1/2 നമുക്ക് 0.995 എന്ന് വന്നു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വാടാ. ക്വസ്റ്റ്യൻ എന്താണ്? റൂട്ട് ഓഫ് 1.01 മൈനസ് റൂട്ട് ഓഫ് 0.99 എന്താണ്? റൂട്ട് ഓഫ് 1.01 നമുക്ക് കിട്ടി. റൂട്ട് ഓഫ് 1.01 എന്താ? അതാണ് റൂട്ട് ഓഫ് 1.01 ആണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത് 1.005 അല്ലേടാ. ഇങ്ങോട്ട് എഴുതുവാണേ 1.005 മൈനസ് റൂട്ട് 0.99. റൂട്ട് 0.99 പകരം നമുക്ക് എന്തെഴുതാം? 0.995 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ 1.005 മൈനസ് 0.995 എത്ര വരും? അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആൻസർ 0.01 എന്ന് വരും കേട്ടോ. 0.01 എന്ന് വരും. ഉണ്ടോ നമ്മുടെ ഓപ്ഷനിൽ 0.01? നോക്കിയടാ, ഓപ്ഷൻ എ എന്താണ്? ഓപ്ഷൻ എ 0.01 ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഇക്വേഷൻ 2x plus y is equal to 5, x plus 3y is equal to 5, x minus 2y is equal to 0 have no solution, 2 solution, 1 solution and infinitely many solution. കണ്ടോ, നമ്മുടെ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. നമുക്കിവിടെ 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? 2x plus y equal to 5, x plus 3y is equal to 5, x minus 2y is equal to 0. 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഈ ഇക്വേഷന് എന്താണ്? നോ സൊല്യൂഷൻ ആണോ, 2 സൊല്യൂഷൻ ആണോ, 1 സൊല്യൂഷൻ ആണോ, അഥവാ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. എങ്ങനെ ചെയ്യാം? നോക്കിയടാ, ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ, 3 ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കണം ഏതെങ്കിലും ഇക്വേഷനിൽ 0 ഉണ്ടോ എന്ന് നോക്കണം. 0 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ഒരാളിനെ എക്സിന്റെ ടേമിനോ വൈയുടെ ടേമിനോ ഒക്കെ അപ്പുറത്തോട്ട് മാറ്റിയിട്ട് എളുപ്പത്തിന് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ ഇല്ലേടാ എക്സ് മൈനസ് 2y, അതിൽ 0 ഇല്ലേ? എക്സ് മൈനസ് 2y is equal to 0 ആണ്. സോ എക്സ് മൈനസ് 2yയുടെ വാല്യൂ 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ത് വരും? 2y എന്ന് വരും അല്ലേ? എക്സിന്റെ വാല്യൂ 2y എന്ന് വരും. ഇത്രയും ഓക്കെ അല്ലേടാ? എക്സിന്റെ വാല്യൂ 2y എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വൈക്ക് 1 എന്നൊരു വാല്യൂ കൊടുത്താൽ എക്സ് എന്ത് വരുവാടാ? ഓക്കെ, വൈക്ക് ഞാൻ 1 കൊടുത്തു, അപ്പൊ എക്സ് എന്ത് വരും? 2 into 1 അഥവാ 2 എന്ന് വരും. കണ്ടോ? അപ്പോൾ y 1 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 2 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കിട്ടിയൊരു കണ്ടീഷൻ ആണ് എന്ത്? y is equal to 1 ഉം x is equal to 2. ഇനി നമ്മൾ എന്ത് വേണം? ഇതിൽ എത്ര സൊല്യൂഷൻസ് ഉണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഓരോ ഇക്വേഷനിലും നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഈ തന്നിരിക്കുന്ന മുകളിൽ തന്നിരിക്കുന്ന ഓരോ ഇക്വേഷനിലും എക്സിന്റെയും വൈയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതിനൊരു യുണീക്ക് സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാം അല്ലേ? അപ്പോൾ നമുക്ക് എക്സ് എത്ര കിട്ടി? 2 കിട്ടി. വൈയുടെ വാല്യൂ 1 കിട്ടി. വന്നേ, നമ്മുടെ ഇക്വേഷൻ 2x plus y is equal to 5 ആണ്. 2x plus y is equal to 5. എക്സിന് 2ഉം വൈക്ക് 1ഉം കൊടുത്തു നോക്കാം. അപ്പൊ 2 ഇൻറ്റു എക്സിന് പകരം എത്ര? എക്സിന് 2ഉം വൈക്ക് 1ഉം ആണ് കൊടുക്കുന്നത്. എക്സ് 2 ഇൻറ്റു 2 പ്ലസ് വൈക്ക് പകരം 1 എത്ര വരും? 2 ഇൻറ്റു 2 4, 4 പ്ലസ് 1 5. അപ്പോൾ 2x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 5 തന്നെയല്ലേ കിട്ടുന്നത്? ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ വാല്യൂസ് ആയ എക്സ് ഇസ് ഈക്വൽ ടു 2ഉം വൈ ഇസ് ഈക്വൽ ടു 1ഉം ഫസ്റ്റത്തെ ഇക്വേഷനിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം? രണ്ടാമത്തെ ഇക്വേഷനിലും ഇതേ വാല്യൂ തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എന്തായിരുന്നു? എക്സ് പ്ലസ് 3y ഇസ് ഈക്വൽ ടു 5 ആയിരുന്നു അല്ലേ? സോ എക്സ് പ്ലസ് 3y ഈക്വൽ ടു 5 ആണ്. എക്സിന് പകരം എത്ര ആണ്? 2 ആണ്. വൈക്ക് പകരം 1 ആണ്. 2 പ്ലസ് 3 ഇൻറ്റു 1 2 പ്ലസ് 3 5 തന്നെയാണ്. സോ രണ്ടാമത്തെ ഇക്വേഷനിലും ഈ വാല്യൂസ് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം നമുക്ക് പറയാം എന്താണ്? ഇതിന് യുണീക്ക് സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ഈ 3 ഇക്വേഷനും കൂടി ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാം അല്ലേ? ഓക്കെ അല്ലേടാ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസറേ. അടുത്ത ക്വസ്റ്റ്യൻ. എ ബാഗ് കണ്ടെയ്ൻ 5 ബ്ലാക്ക് ആൻഡ് 6 റെഡ് ബോൾസ്. Determine the number of ways in which 2 black and 3 red ball can be selected. നോക്കിക്കേടാ, ഒരു ബാഗിൽ 5 ബ്ലാക്ക് ബോളും 6 റെഡ് ബോളുമാണ് ഉള്ളത് അല്ലേ? ഇനി അതിൽ നിന്ന് 2 ബ്ലാക്ക് ബോളും 3 റെഡ് ബോളും സെലക്ട് ചെയ്യാനുള്ള നമ്പർ ഓഫ് വേസ് അതാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയൊക്കെ തരത്തിൽ അല്ലെങ്കിൽ ഏതൊക്കെ രൂപത്തിൽ ഏതൊക്കെ തരത്തിൽ നമുക്കതിനെ ചൂസ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ചെയ്യുന്നത്?
നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, പ്രോബിലിറ്റിയിലൊക്കെ പഠിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. കോമ്പിനേഷൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ അല്ലേടാ? അപ്പോൾ ബാഗിൽ ഞാൻ പറയുകയാണ് 5 ബ്ലാക്ക് ബോൾ. അപ്പോൾ ബ്ലാക്ക് ബോൾസ് എത്രയാണ്? 5 ആണ്. റെഡ് ബോൾസ് 6 ആണ് അല്ലേ? ഇതിൽ നിന്ന് 5 ബ്ലാക്ക് ബോളിൽ നിന്ന് 2 ബ്ലാക്ക് ബോളിനെ സെലക്ട് ചെയ്യണം. റാൻഡം ആയിട്ട് 5 ബ്ലാക്ക് ബോളിൽ നിന്ന് ഒരു 2 ബ്ലാക്ക് ബോളിനെ സെലക്ട് ചെയ്യണം. അതുപോലെ ഈ 6 റെഡ് ബോളിൽ നിന്ന് ഒരു 3 റെഡ് ബോളിനെയും നമുക്ക് സെലക്ട് ചെയ്യണം. കണ്ടോ? 6 റെഡ് ബോളിൽ നിന്ന് 3 റെഡ് ബോളിനെയും സെലക്ട് ചെയ്യണം. അങ്ങനെ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കിയടാ. ഞാൻ പറയുകയാണ് 5 ബ്ലാക്ക് ബോളിൽ നിന്ന് ഈ 2 ബ്ലാക്ക് ബോളിനെ ചൂസ് ചെയ്യാനുള്ള ആ ഒരു എന്താണ് വേ എന്ന് പറഞ്ഞാൽ 5C2 ആണ്. 5C2 കണ്ടോ? അപ്പോൾ എന്താ 5C2? നമുക്കറിയാം എന്താണ് NCR. കോമ്പിനേഷൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. NCR എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ അല്ലേ? NCR എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ ആണ്. അപ്പോൾ 5C2 എന്ത് വരും? n പകരം 5 ആണ്. അപ്പോൾ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ. r എന്താണ്? r ആണ് തന്നിരിക്കുന്ന 2. അപ്പോൾ 2 ഇൻറ്റു എന്താണ് n മൈനസ് r. 5 മൈനസ് 2. 5 മൈനസ് 2 3 ആണ്. അപ്പോൾ 3 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് 5C2 എന്താ വരുന്നത്? 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് വന്നു. എന്താണ് 5 ഫാക്ടോറിയൽ? 5 ഫാക്ടോറിയൽ എന്താണ്? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അല്ലേ? സോ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അതാണ് 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ത് വരും? 2 ഇൻറ്റു 1. കണ്ടോ? നമ്മൾ ഫാക്ടോറിയൽ എടുക്കുമ്പോൾ ആ നമ്പറിൽ നിന്ന് റിവേഴ്സ് ആയിട്ട് ബാക്കിലേക്ക് പോകണം കേട്ടോ. സോ 2 ഫാക്ടോറിയൽ മീൻസ് 2 ഇൻറ്റു 1 ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്താണ്? 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. കണ്ടോ? 3 ഫാക്ടോറിയൽ മീൻസ് 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഓക്കേടാ, നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വന്നേ. 3 ഇൻറ്റു 2 ഇൻറ്റു 1 മുകളിലും ഉണ്ട് താഴെയും ഉണ്ട്. കട്ട് ചെയ്തൂടെ? കട്ട് ചെയ്തു. അപ്പോൾ എന്താ? 5 ഇൻറ്റു 4 20. 20 ബൈ 2. 20 ബൈ 2 എന്താ വരുന്നേ? 10 എന്ന് വരും. സോ നമുക്ക് ഫസ്റ്റ് 5C2ൻ്റെ വാല്യൂ എന്താ കിട്ടിയത്? 10 എന്ന് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടേ? ഇനി നമുക്ക് ഒരു 3 റെഡ് ബോളിനെയും കൂടി റാൻഡം ആയിട്ട് എടുക്കണം. എങ്ങനെ ചെയ്യാം? അപ്പോൾ ഈ 6 ബോളിൽ നിന്ന് 6 റെഡ് ബോളിൽ നിന്ന് 3 റെഡ് ബോളിനെ നമ്മൾ ചൂസ് ചെയ്യാനുള്ള ആ ഒരു വേ എന്ന് പറഞ്ഞാൽ 6C3 ആണ്. 6C3 എങ്ങനെ എഴുതാം? 6C3 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 മൈനസ് 3 r ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ ഇൻറ്റു 6 മൈനസ് 3. 6 മൈനസ് 3 എന്താ? 3 തന്നെയാണ്. സോ 3 ഫാക്ടോറിയൽ. അപ്പോൾ എന്താ വരുന്നത്? 6 ഫാക്ടോറിയലിന് 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു വീണ്ടും ഒരു 3 ഫാക്ടോറിയൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1 അല്ലേ? സോ ഇവിടെയും 3 ഇൻറ്റു 2 ഇൻറ്റു 1ഉം 3 ഇൻറ്റു 2 ഇൻറ്റു 1ഉം കട്ട് ചെയ്ത് പോയി. പിന്നെ ആരാ ഉള്ളേ? 5 4 20 20 ഇൻറ്റു 6. സോ ഇവിടെ നമുക്ക് വീണ്ടും കട്ട് ചെയ്തുകൂടെടാ? 6ഉം 3ഉം തമ്മിൽ വെട്ടിക്കൂടെ? 6ഉം 3ഉം വെട്ടുമ്പോൾ 2 അല്ലേ? ഈ രണ്ടും വെട്ടിക്കൂടെടാ? വെട്ടാം. സോ ബാക്കി 5 ഇൻറ്റു 4 20 എന്ന് വരും. 20 എന്ന് വരും. കണ്ടോ? സോ നമുക്ക് എന്താ കിട്ടിയത്? 6C3യുടെ വാല്യൂ 20 കിട്ടി. കഴിഞ്ഞോ? ഇല്ല. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് എന്താണ്? 5C2 ഇൻറ്റു 6C3 ആണ്. കണ്ടോ? 5C2 ഇൻറ്റു 6C3. അപ്പോൾ 5C2 എന്താ നമുക്ക് കിട്ടിയത്? 10 ആണ്. ഇൻറ്റു 6C3 എത്ര? 6C3 20 ആണ്. സോ 10 ഇൻറ്റു 20 നമുക്ക് 200 എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ എത്ര വേസിൽ നമുക്കിതിനെ എടുക്കാൻ സാധിക്കും? 200 വേസിൽ നമുക്കിതിനെ എടുക്കാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണേ. ഓപ്ഷൻ സി 200 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് 2,3 ഫ്രം എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 ഈസ്. കേട്ടോ? എന്താണ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആ ഒരു ലൈനിലേക്ക് 2,3 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? എടാ, ഒരു പോയിന്റും ഒരു ലൈനും തന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, നമ്മൾ കോർഡിനേറ്റ് ജോമെട്രിയിൽ പഠിക്കുന്ന കാര്യമാണത് കേട്ടോ. അതിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്. ഒരു ലൈനും പോയിന്റും തമ്മിൽ തന്നു കഴിഞ്ഞാൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനൊരു ഫോർമുലയുണ്ട്. ശ്രദ്ധിക്കണേ. മോഡുലസ് ഓഫ്
എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. കണ്ടോ? അപ്പോൾ ഒരു ലൈനും പോയിന്റും തമ്മിലുള്ള ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മോഡുലസ് ഓഫ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ളതാണ് ഇക്വേഷൻ. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് ഏതാണ്? 2ഉം 3ഉമാണ്. ആ പോയിന്റിനെ നമുക്ക് എക്സും വൈയും ആക്കി എടുക്കാം. പോയിന്റ് എക്സും വൈയുമാണ്. ഇനി നമ്മുടെ ലൈൻ ഏതാ ഇവിടെ? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 ആണ്. സോ നമ്മുടെ ലൈൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 ആണ്. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 ആണേ. അപ്പോൾ ഈ പോയിന്റും ലൈനും തമ്മിലുള്ള ഇക്വേഷൻ നമുക്ക് എന്തെഴുതാടാ? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഓക്കെ, നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ എന്താ പറഞ്ഞേക്കുന്നേ? ലൈനിന്റെ ഇക്വേഷൻ ആണ് പറഞ്ഞ പോലെ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി എന്ന് പറഞ്ഞാൽ ലൈനിന്റെ ഇക്വേഷൻ ആണ്. പോയിന്റ് എന്താണ്? എക്സും വൈയുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല എന്താണ്? മോഡുലസ് ഓഫ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇതിൽ നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 എന്നല്ലേടാ, അല്ലേ? അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. കണ്ടോ? എക്സിന്റെ കൂടെയുള്ള ആളാണ് എ. എക്സിന്റെ കൂടെയുള്ള ആരാ ഇവിടെ? 1 അല്ലേ? അപ്പോൾ എയുടെ വാല്യൂ 1 ആണ്. ഇനി ഇവിടെ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വൈയുടെ കോഎഫിഷ്യന്റ് ആണ്. അപ്പോൾ ബിയുടെ വാല്യൂ എന്താണ് ഇവിടെ? വൈയുടെ കോഎഫിഷ്യന്റ്. വൈയുടെ കൂടെ ആരാ ഉള്ളേ? 1 ആണ്. സോ വൈയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. ഇനി നമ്മുടെ ഫോർമുല എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്നാണ്. പക്ഷെ നമ്മുടെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 എന്നാണ്. അപ്പം നമുക്ക് എന്ത് വേണം? ഇതിനെ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി എന്ന് പറയുന്ന ഫോമിലേക്ക് ആക്കണം. എങ്ങനെ ചെയ്യാം? അതിന് വേണ്ടിയിട്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 അല്ലേടാ? അതിനെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നു. -1 ഇസ് ഈക്വൽ ടു 0. എക്സ് പ്ലസ് വൈ -1 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പം എന്ത് വരും? എയുടെ വാല്യൂ 1 വരും. എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് എ, 1 വന്നു. വൈയുടെ കോഎഫിഷ്യന്റ് ആണ് ബി, അതിന്റെയും വാല്യൂ 1 വന്നു. സി എന്ന് പറഞ്ഞാൽ എന്താണ്? സിയുടെ വാല്യൂ -1 ആണ്. കേട്ടോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? മനസ്സിലായോ? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ ഫോർമുല? മോഡുലസ് ഓഫ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി അല്ലേ? എ എക്സ്, എയുടെ വാല്യൂ എത്ര? 1 ഇൻറ്റു എക്സിന്റെ വാല്യൂ എന്താടാ? എക്സ്. ശ്രദ്ധിക്കണം, എക്സ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ്. എക്സ് വൈ പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ എക്സിന്റെ വാല്യൂ 2ഉം വൈയുടെ വാല്യൂ 3ഉമാണ്. അപ്പോൾ 1 ഇൻറ്റു എക്സിന് പകരം 2 പ്ലസ് അടുത്തത് ബിയുടെ വാല്യൂ എത്ര? 1 ആണ്. 1 ഇൻറ്റു ബിയുടെ വാല്യൂ വൈയുടെ വാല്യൂ 3 ആണ്. സോ 1 ഇൻറ്റു 3. അടുത്തത് സിയുടെ വാല്യൂ എന്താ? -1 ഡിവൈഡഡ് ബൈ. ഇത്രയും മനസ്സിലായോടാ? അപ്പോൾ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ. നമ്മുടെ ലൈൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കോഎഫിഷ്യന്റിനെ അങ്ങ് ഇക്വേറ്റ് ചെയ്തു. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് എ ആണ്, അതിന്റെ വാല്യൂ 1 ആണ്. വൈയുടെ കോഎഫിഷ്യന്റ് ബി ആണ്, അതിന്റെ വാല്യൂവും 1 ആണ്. ഇനി സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടേം ആണ്, അതിന്റെ വാല്യൂ -1 ആണ്. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്താ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വേണം. റൂട്ട് ഓഫ് എ സ്ക്വയർ എന്താടാ? എ 1 അല്ലേ? സോ 1ന്റെ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ബിയും 1 അല്ലേ? 1ന്റെയും സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പം നമുക്ക് എന്ത് വരും? മോഡുലസിനകത്ത് 1 ഇൻറ്റു 2 2 പ്ലസ് 1 ഇൻറ്റു 3 3 -1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് 1 റൂട്ട് 1 പ്ലസ് 1 റൂട്ട് 2. കണ്ടോ? റൂട്ട് 2. അപ്പം 2 പ്ലസ് 3 -1 ബൈ റൂട്ട് 2 എന്ന് കിട്ടി. 2 പ്ലസ് 3 എന്തുവാടാ? 2 പ്ലസ് 3 5. 5 -1 4 ബൈ റൂട്ട് 2 എന്നാണ് നമുക്ക് കിട്ടിയത്. ആൻസറിലുണ്ടോ? ഓപ്ഷനിൽ എവിടെയെങ്കിലും ഉണ്ടോ 4 ബൈ റൂട്ട് 2? ഇല്ല. എന്തുകൊണ്ടാണ് കാണാത്തെ? നമുക്ക് ഒരിക്കലും നമ്മളൊരു ഫ്രാക്ഷനിൽ ഡിനോമിനേറ്ററിൽ റൂട്ട് വന്ന് നമ്മളത് സ്റ്റോപ്പ് ചെയ്യത്തില്ല. മനസ്സിലായോ? നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ ചെയ്തു വരുമ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു റൂട്ട് വന്നാൽ ആ ഡിനോമിനേറ്ററിലുള്ള റൂട്ടിനെ ഒഴിവാക്കാനായിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും റൂട്ട് ആ സെയിം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ 4 ബൈ റൂട്ട് 2 അല്ലേടാ? റൂട്ട് ഒഴിവാക്കാനായിട്ട് ഈ റൂട്ട് 2 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. അപ്പം എന്താ? 4 ഇൻറ്റു റൂട്ട് 2 4 റൂട്ട് 2 ഡിവൈഡഡ് ബൈ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 റൂട്ട് 2ന്റെ സ്ക്വയർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു റൂട്ടും സ്ക്വയറും കൂടി ഒരുമിച്ച് വന്നാൽ റൂട്ടും സ്ക്വയറും കട്ട് ചെയ്ത് പോയിട്ട് നമ്പർ മാത്രമേ എഴുതാവൂ. കണ്ടോ? അപ്പോൾ റൂട്ട് 2ന്റെ സ്ക്വയർ
ഇങ്ങനെ വന്നാൽ ഈ റൂട്ടും സ്ക്വയറും അങ്ങ് വെട്ടിപ്പോണം, ബാക്കിയുള്ള നമ്പർ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ 2 ആണേ. അപ്പോൾ 4√2/2. 4√2/2 അല്ലേ? 4ഉം 2ഉം തമ്മിൽ വെട്ടിക്കേ. 4/2 2 ആണ്, √2. സോ നമുക്ക് 2√2 എന്ന് കിട്ടും. 2√2 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ ഡിയിൽ ആൻസർ ഉണ്ട്, 2√2. മനസ്സിലായോ? ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ കമ്മിറ്റി 50 people speak French and 20 speak Spanish and 10 speaks both Spanish and French. How many people speak at least one of these language? കണ്ടോ, എവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായോ? സെറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓക്കെ, ഒരു കമ്മിറ്റിയിൽ 50 ആൾക്കാർ ഫ്രഞ്ച് സംസാരിക്കും. സോ ഫ്രഞ്ച് സംസാരിക്കുന്നവരുടെ എണ്ണം ഞാൻ ഇങ്ങനെ എഴുതുവാണേ, നമ്പർ ഓഫ് പീപ്പിൾ സ്പീക്കിംഗ് ഫ്രഞ്ചിന് ഞാൻ N(F) എന്ന് എഴുതി കേട്ടോ. എത്രയാണ്? ഫ്രഞ്ച് സംസാരിക്കുന്നവർ 50 പേരാണ്. ഇനി 20 സ്പീക്ക് സ്പാനിഷ്, 20 പേര് സ്പാനിഷ് സംസാരിക്കുന്നവരാണ്. അപ്പോൾ എന്തെഴുതാം? N(S) അല്ലേ? N(S) 20 ആണ്. ഇതിൽ എന്താണ്? 10 പേര് സ്പാനിഷും പറയും ഫ്രഞ്ചും പറയും. അപ്പോൾ രണ്ടും കൂടി വരുന്നതാണ്, രണ്ടും സംസാരിക്കുന്നവരാണ്. അങ്ങനെ രണ്ടും സംസാരിക്കുന്നവരെയൊക്കെ നമ്മൾ എടുത്താൽ നമ്മൾ എന്തെടുക്കും? ഇന്റർസെക്ഷൻ എടുക്കും കേട്ടോ. അപ്പം നമ്പർ ഓഫ് പീപ്പിൾ ഹൂ സ്പീക്സ് ബോത്ത് ഫ്രഞ്ച് ആൻഡ് സ്പാനിഷിനെ എങ്ങനെ എടുക്കാം? N(F) ഇന്റർസെക്ഷൻ S കണ്ടോ. N(F) ഇന്റർസെക്ഷൻ S എത്രയാണ്? രണ്ടും സംസാരിക്കുന്നവർ 10 പേരാണ്. 10 പേരാണ്. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ലാംഗ്വേജ് എങ്കിലും സംസാരിക്കുന്നവർ എത്ര പേരുണ്ട്? എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിയടാ, നമ്മളൊരു ഫോമുല നമ്മൾ സെറ്റ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ പഠിക്കും. ബേസിക് ഫോമുലയാണ്, അതിൻ്റെ ഫണ്ടമെന്റൽ ഫോമുലയാണ്. N(A) യൂണിയൻ B എന്ന് പറഞ്ഞാൽ N(A) പ്ലസ് N(B) മൈനസ് N(A) ഇന്റർസെക്ഷൻ B. കണ്ടോ, ഇതാണ് ഫോമുല. N(A) യൂണിയൻ B മീൻസ് N(A) പ്ലസ് N(B) മൈനസ് N(A) ഇന്റർസെക്ഷൻ B ആണ്. അപ്പൊ ഇവിടെ N(F) യൂണിയൻ S എന്ത് വരും? N(F) യൂണിയൻ S. N(F) യൂണിയൻ S ആണ് ഒരു ഭാഷയെങ്കിലും സംസാരിക്കുന്നവർ, അറ്റ്ലീസ്റ്റ് ഒരു ഭാഷയെങ്കിലും സംസാരിക്കുന്നവർ എണ്ണം എന്താണ്? N(F) യൂണിയൻ S ആണ് കേട്ടോ. അപ്പോൾ അതെന്തായിരിക്കും? N(F) പ്ലസ് N(S) മൈനസ് N(F) ഇന്റർസെക്ഷൻ S. കണ്ടോ, അപ്പോൾ N(F) പ്ലസ് N(S) മൈനസ് N(F) ഇന്റർസെക്ഷൻ S. N(F) എത്ര പേരാ? 50 പേരാണ്. പ്ലസ് N(S) എത്ര പേരാ? 20 പേരാണ്. മൈനസ് N(F) ഇന്റർസെക്ഷൻ S എത്ര പേരാ? രണ്ടും സംസാരിക്കുന്നവർ 10 പേര്. കണ്ടോ, അപ്പൊ എന്ത് വരും? 50ഉം 20ഉം 70, 70 മൈനസ് 10 60 പേര് എന്ന് വരും. 60 പീപ്പിൾ ആണ് അറ്റ്ലീസ്റ്റ് എന്താണ് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എങ്കിലും സംസാരിക്കുന്നത്. മനസ്സിലായോ? ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് f(x) is equal to sin 2x by x if x not equal to 0 and 1 if x is equal to 0 is a continuous function. f(x)ന് 2 വാല്യൂസ് തന്നിട്ടുണ്ട്, അത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യും? എങ്ങനെ ചെയ്യാം നോക്കിയടാ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? f(x) is equal to sin 2x by x if x not equal to 0 and 1. f(x) is equal to 1 ആവുന്ന എപ്പോഴാണ്? ഇഫ് എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ. കണ്ടോ, എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ f(x) 1 ആവും. എക്സിന്റെ വാല്യൂ 0 അല്ല എങ്കിൽ എന്താണ്? f(x) sin 2x by x എന്ന് വരും. കണ്ടോ, എങ്ങനെ ചെയ്യും? ഒന്ന് ശ്രദ്ധിക്കണേടാ, നമ്മൾ പഠിക്കുന്നതാണ്. നമ്മൾ ഈ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ കണ്ടിന്യൂസ് ഫംഗ്ഷനും ലിമിറ്റും ഒക്കെ പഠിക്കുന്ന സമയത്തെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലേ? എക്സ് ടെൻസ് ടു 0 sin x by x. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x by xന്റെ വാല്യൂ 1 ആണ്. പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടോ? ലിമിറ്റ് എക്സ് ടെൻസ് 0 sin x by xന്റെ വാല്യൂ 1 ആണ്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? f(x)ന്റെ വാല്യൂ sin 2x by x ആണ്. എന്താണ്? sin 2x by x ആണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ എഴുതുവാണ്. നോക്കിയടാ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? sin 2x by x എന്നാണ് അല്ലേ? അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin 2x by, ശ്രദ്ധിക്കണേ, 2x into 2. നോക്കിയേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാ? sin 2x അതുപോലെ എഴുതി, ഡിനോമിനേറ്ററിൽ 2x,
ന്യൂമറേറ്റർ ഇൻറ്റു 2. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ഈ sin 2x/x എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള കാര്യമായിരുന്നു. ഞാൻ ഇതൊരു 2 കൊണ്ട് ഗുണിച്ചു, 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. അത്ര മാത്രമേ ചെയ്തോളൂ. കണ്ടോ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 കൊണ്ട് ഡിവൈഡും ചെയ്തു. നമുക്കറിയാം ഒരു സെയിം സാധനത്തിനെ അല്ലെ സെയിം ഫ്രാക്ഷനെ എന്തെങ്കിലും ആയിക്കോട്ടെ, സെയിം ഫ്രാക്ഷനെ സെയിം നമ്പർ കൊണ്ട് ഗുണിക്കുകയും സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂവിന് വ്യത്യാസമില്ല. അപ്പൊ ഇവിടെ sin 2x/2x എന്നല്ലേ, അപ്പോൾ sin 2x/2x ഇൻറ്റു 2. അപ്പൊ നോക്കിയടാ, ലിമിറ്റ് x ടെൻസ് ടു 0 sin x/xന്റെ വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് x ടെൻസ് ടു 0 sin 2x/2xന്റെ വാല്യൂ, ലിമിറ്റ് x ടെൻസ് ടു 0 sin 2x/2xന്റെ വാല്യൂവും 1 ആണ്. ലിമിറ്റ് x ടെൻസ് ടു 0 sin x/x 1 ആണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് x ടെൻസ് ടു 0 sin 2x/2x, ഈ ന്യൂമറേറ്ററിലുള്ളതും ഡിനോമിനേറ്ററിലുള്ളതും സെയിം ആയിരിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതിന്റെ വാല്യൂവും 1 ആണ്. 1 അല്ലേ ഇൻറ്റു ഇവിടെ ഒരു 2 കൂടിയുണ്ട്. 1 × 2 2. കണ്ടോ, അപ്പൊ നമുക്ക് എന്താ വന്നേ, f(x)ന്റെ വാല്യൂ എന്ത് വന്നു, 2 എന്ന് വന്നു അല്ലേ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ആ ഒരു ഫസ്റ്റത്തെ പാർട്ടും കഴിഞ്ഞു. അടുത്ത എന്താ, 1 if x is equal to 0. എക്സിന്റെ വാല്യൂ 0 ആവുകയാണെങ്കിൽ f(x)ന്റെ വാല്യൂ 1 ആണ് അല്ലെ. എക്സിന്റെ വാല്യൂ 0 എന്നല്ലേ പറഞ്ഞേ, അതായത് f(0) എന്ന് പറഞ്ഞാൽ 1 ആണ്. f(0) 1 ആണ്. 0 അല്ലെങ്കിൽ എന്താ കിട്ടുന്നത്, നമുക്ക് 2 എന്നും കിട്ടി. അപ്പൊ എന്താ, നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ആണോ? ആണോ? അല്ല. എന്തുകൊണ്ട്? കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഈ തന്നിരിക്കുന്ന മുകളിൽ തന്നിരിക്കുന്ന വാല്യൂ, ഇപ്പോൾ f(x) sin 2x/x എന്നുള്ള വാല്യൂവും ഈ താഴെയുള്ള വാല്യൂ അല്ലെ f(x)ന്റെ വാല്യൂ x is equal to 0യിൽ 1 ആവും എന്ന് പറഞ്ഞു. ആ രണ്ട് വാല്യൂവും തുല്യമാകണം. ഇവിടെ ഒരിടത്ത് 2ഉം കിട്ടി, ഒരിടത്ത് 1ഉം കിട്ടി. സോ രണ്ടും ഈക്വൽ അല്ല, സോ അത് കണ്ടിന്യൂസ് അല്ല. നോട്ട് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, നോട്ട് കണ്ടിന്യൂസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ റിസർച്ച് ഓഫീസറിന്റെ ഒരു PYQന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഇനിയൊരു ക്ലാസ്സിൽ ഇതിന്റെ ബാലൻസ് പോർഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.